Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 2. In Module 2, today we are entering to Principles of Starting, Losses and Efficiency Calculations of DC Motor, followed by Load Test of DC Motor, then Simple Numerical Problems. Necessity of DC Motor Starter. എന്തിനാണ് നമ്മൾ ഡി സി മോട്ടറിന്റെ കേസിൽ ഒരു സ്റ്റാർട്ടർ വെച്ച് കൊടുക്കുന്നത്? ഓക്കെ, അതാണ് നെസസിറ്റി ഓഫ് ഡി സി മോട്ടർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെഷീൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ബാക്ക് EMF ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ വി ഈക്വൽ ടു ഇ ബി മൈനസ് ഐ ആർ എന്നുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡി സി മോട്ടറിന്റെ കേസിലെ വോൾട്ടേജ് ഇക്വേഷൻ. അതിനകത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇ ബി സീറോ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഐ എ ഇൻറ്റു ആർ എ ആണ്. അതിൽ നിന്നും ഐ എ എന്ന് പറയുന്നത് വി ബൈ ആർ എ ആണ്. നമുക്കറിയാം ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. സോ എന്ത് സംഭവിക്കുക അവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുക എന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറണ്ട് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരവസ്ഥ. അങ്ങനെ സംഭവിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും അവിടെ, എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ് നോക്കാം നമുക്ക്. ബേണിംഗ് ഓഫ് ആർമേച്ചർ ഡ്യൂ ടു എക്സസീവ് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. കൂടാതെ damaging the commutator and brushes due to heavy sparking. Okay, then excessive voltage drop in the line to which motor is connected. So ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്താ നമുക്ക് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. സോ എന്ത് ചെയ്യണം, ആ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫുൾ റെസിസ്റ്റൻസ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ എന്ത് സംഭവിക്കും, കറണ്ട് ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആർമേച്ചർ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ. ഓക്കെ, അങ്ങനെ കറണ്ട് കുറയുന്നു. അപ്പം മെഷീൻ ഘട്ടം ഘട്ടമായിട്ട് സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഈ വേരിയബിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഫുൾ സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം കട്ട് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് കറണ്ടിന്റെ വാല്യൂ കുറയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാർട്ടർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, 3 രീതിയിൽ നമ്മൾ ഡി സി മോട്ടറിൽ സ്റ്റാർട്ടേഴ്സ് കൊടുക്കും. 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ ആൻഡ് 2 point സ്റ്റാർട്ടർ. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു ലോസസ് ഇൻ ഡി സി മോട്ടോർ. ഓക്കെ, ലോസസ് ഇൻ ഡി സി മോട്ടോർ. ഏതൊക്കെയാണ് ഡി സി മോട്ടറിൽ സംഭവിക്കുന്ന ലോസുകൾ നോക്കാം നമുക്ക്. കോപ്പർ ലോസ് ഉണ്ട് അല്ലേ, കാരണം വൈൻഡിങ്ങുകൾ ഉള്ളതുകൊണ്ട് എന്തായാലും കോപ്പർ ലോസ് കാണും. ദെൻ അയൺ ഓർ കോർ ലോസസ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ലോസസ് എന്ന് വിളിക്കാം നമുക്കതിനെ. നെക്സ്റ്റ് മെക്കാനിക്കൽ ലോസസ്. ഓക്കെ, മെക്കാനിക്കൽ ലോസസ്. ഓക്കെ, ഇപ്പോൾ കോപ്പർ ലോസ് ആയി, അയൺ ഓർ കോർ ലോസ് ആയി, ദെൻ മെക്കാനിക്കൽ ലോസസ്. കോപ്പർ ലോസ് ഏതൊക്കെ കോപ്പർ ലോസുകൾ അറിയാം നിങ്ങൾക്ക്? ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ട്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് ഉണ്ട്, സീരീസ് ഫീൽഡ് കോപ്പർ ലോസ് ഉണ്ട്. ഐ സ്ക്വയർ ആർ ലോസ് ആണ് ഈ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ ആർമേച്ചർ റെസിസ്റ്റൻസും ആർമേച്ചർ കറണ്ടും കൂടെ ചേരുന്നത് ഐ എ സ്ക്വയർ ആർ എന്ന് പറയുന്ന ആർമേച്ചർ കോപ്പർ ലോസ്, ISH സ്ക്വയർ RSH എന്ന് പറയുന്ന ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, ISC സ്ക്വയർ RSC എന്ന് പറയുന്ന സീരീസ് ഫീൽഡ് കോപ്പർ ലോസ്. അപ്പോൾ 3 കോപ്പർ ലോസ് നമുക്കറിയാം. അയൺ ലോസസ് ആയ ഹിസ്റ്റെറിസിസ് ലോസ്, എഡി കറന്റ് ലോസ്, രണ്ടും കൂടെ ചേരുന്നതാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ലോസുകൾ ഫ്രിക്ഷനും ഉണ്ട്, വിൻറ്റേജ് ലോസസും ഉണ്ട്. ഓക്കെ, അപ്പം അതിലാദ്യം പഠിച്ചത് നമ്മൾ കോപ്പർ ലോസിനെ പറ്റിയാണ്. ആർമേച്ചർ കോപ്പർ ലോസ് പറഞ്ഞു, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, ദെൻ സീരീസ് ഫീൽഡ് കോപ്പർ ലോസ്. നെക്സ്റ്റ് അയൺ ഓർ കോർ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോസസ് എന്ന് വിളിക്കാം നമുക്കിതിനെ. ഓക്കെ, അത് ഏതൊക്കെ ലോസുകൾ ചേരുന്നതാണ്? ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും ആണ്. ഓക്കെ, അതിൽ ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ടാകുന്നത് ഡ്യൂ ടു റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് ആർമേച്ചർ കോർ കൊണ്ടാണ്. ഓക്കെ, ഡ്യൂ ടു റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് ആർമേച്ചർ കോർ കൊണ്ടാണ് ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ടാകുന്നത്. എഡി കറന്റ് ലോസ് ഉണ്ടാകുന്നത് നമുക്കറിയാം ആർമേച്ചർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കോറിൽ എന്തുണ്ടാകുന്നുണ്ട്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. സോ ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണം അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. അതിനെ നമ്മൾ എഡി കറണ്ട് എന്ന് വിളിച്ചു. സോ എഡി കറണ്ട് കൊണ്ടുണ്ടാകുന്ന ലോസ് ആണ് എഡി കറന്റ് ലോസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോസിന്റെ വാല്യൂസ് ഒക്കെ കുറയ്ക്കണമല്ലോ. എങ്ങനെ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാം നമുക്ക്? ബൈ സെലക്ടിങ് അല്ലെങ്കിൽ ബൈ യൂസിങ് എ മെറ്റീരിയൽ വിത്ത് ലോ ഹിസ്റ്റെറിസിസ് കോഎഫിഷ്യന്റ്. ഓക്കെ,
എഡി കറന്റ് ലോസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ബൈ യൂസിങ് ലാമിനേറ്റഡ് കോർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസ് എന്താ, എഡി കറന്റ് ലോസ് എന്താ, അതെങ്ങനെ കുറയ്ക്കാമെന്ന് പഠിച്ചു. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത് ഈറ്റ ഇൻറ്റു ബി മാക്സ് റേസ് ടു 1.6 ഇൻറ്റു എഫ് ഇൻറ്റു വി എന്നാണ്. ഓക്കെ, വേർ ബി മാക്സ് ഈസ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മാഗ്നറ്റിക് റിവേഴ്സൽ, that is Np by 120, where N is in RPM, V is the volume of armature in meter cube, and eta is the Steinmetz hysteresis coefficient. Okay, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹിസ്റ്റെറിസിസ് ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ നമുക്ക് എഡി കറന്റ് ലോസ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to KE B max square F square T square V watts, where K is the constant that depending upon the electrical resistance of the core and system of units used. Okay, and Bmax is the maximum flux density expressed in Weber per meter square. Okay, F is the frequency of magnetic reversals in hertz, and T is the thickness of lamination in meter, and V is the volume of core in meter cube. So നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എഡി കറന്റിന്റെയും ഹിസ്റ്റെറിസിസ് ലോസിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലോസുകൾ ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് കോപ്പർ ലോസ് പറഞ്ഞു, ദെൻ നമ്മൾ അയൺ ലോസസ് പറഞ്ഞു. നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു മെക്കാനിക്കൽ ലോസസ്. ഓക്കെ, ഏതൊക്കെയാണ് മെക്കാനിക്കൽ ലോസസ്? ഫ്രിക്ഷൻ ലോസും ഉണ്ട്, വിൻറ്റേജ് ലോസും ഉണ്ട്. ഫ്രിക്ഷൻ ലോസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? ബിയറിംഗ് ഫ്രിക്ഷൻ, ബ്രഷ് ഫ്രിക്ഷൻ, എക്സെട്ര. വിൻറ്റേജ് ലോസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എയർ ഫ്രിക്ഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ആർമേച്ചർ. ഓക്കെ, ഒരു ഗിവൺ സ്പീഡിൽ നമുക്കറിയാം ഈ ലോസസ്, മെക്കാനിക്കൽ ലോസസ് ആക്ച്വലി സ്പീഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫോർ എ ഗിവൺ സ്പീഡ് ദിസ് ലോസസ് ആർ പ്രാക്ടിക്കലി കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ 3 ലോസുകൾ പറഞ്ഞു, അതിന്റെ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്. എന്താണ് കോൺസ്റ്റന്റ് ലോസ്, എന്താണ് വേരിയബിൾ ലോസ്? ഓക്കെ, കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരിക്കൽ DC ജനറേറ്ററിലോ മോട്ടോറിലോ സംഭവിക്കുന്ന ലോസുകൾ. ഓക്കെ, ദാറ്റ് ലോസ് വിച്ച് റിമൈൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലോഡ്സ്, എല്ലാ ലോഡുകളിലും ആ ലോസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത്തരം ലോസുകളാണ് കോൺസ്റ്റന്റ് ലോസുകൾ. ഓക്കെ, ഏതൊക്കെയാണ് ഈ കോൺസ്റ്റന്റ് ലോസുകളുടെ അണ്ടറിൽ വരുന്നത്? അയൺ ലോസ്, മെക്കാനിക്കൽ ലോസസ് ആൻഡ് ഷണ്ട് ഫീൽഡ് ലോസസ്. ഇപ്പം എന്തായിരിക്കും വേരിയബിൾ ലോസ് എന്ന് പറയുന്നത്? ഓക്കെ, വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ലോസ് വിച്ച് വേരി വിത്ത് ലോഡ്. ഓക്കെ, ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ലോസും വേരി ചെയ്യും. അത്തരം ലോസുകളാണ് വേരിയബിൾ ലോസുകൾ എന്ന് പറയുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങിലുള്ള കോപ്പർ ലോസ് IA²RA, അതുപോലെ സീരീസ് വൈൻഡിങ്ങിലുള്ള കോപ്പർ ലോസ് ISC²RC. ഇത് രണ്ടുമാണ് വേരിയബിൾ ലോസുകൾ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റന്റ് ലോസ് ഏതൊക്കെയാണ്, വേരിയബിൾ ലോസ് ഏതൊക്കെയാണ്? ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു പവർ സ്റ്റേജസ് ഓഫ് എ DC മോട്ടോർ. നമ്മൾ ലോസസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇത്തരം ലോസുകളെല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതെന്നാണ് അതിന്റെ മീനിങ് ആണല്ലോ. സോ നമുക്ക് ഇവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു പവർ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാം, അല്ലെങ്കിൽ പവർ സ്റ്റേജസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആദ്യഘട്ടം നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്, മോട്ടോർ ഇൻപുട്ട്. അതെന്താണ്? VI വാട്ട്സ് ആണ് അല്ലേ. അതിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? കോപ്പർ ലോസ് സംഭവിക്കുന്നത്. ബാക്കിയാണ് ആർമേച്ചറിൽ ഡെവലപ്പ് ആവുന്ന EBIA എന്ന് പറയുന്നത്. അതിൽ നിന്നും അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസ് കഴിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആക്കാം, A, B ആൻഡ് C. ഓക്കെ, ഈ A, B, C കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് എഫിഷ്യൻസീസ് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഓവറോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി, ദാറ്റ് ഈസ് C/A. C എന്താണ്? മോട്ടോർ ഔട്ട്പുട്ട് ആണ്. A എന്ന് പറയുന്നത് മോട്ടോർ ഇൻപുട്ട് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എഫിഷ്യൻസി നോക്കി. ഇലക്ട്രിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത് ആർമേച്ചറിലല്ലേ. സോ ആർമേച്ചർ സ്റ്റേജ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നത് മോട്ടോർ ഇൻപുട്ട്, ദാറ്റ് ഈസ് VI. EBIA ഡിവൈഡഡ് ബൈ VI അല്ലെങ്കിൽ B/A എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ ഔട്ട്പുട്ട് പവർ നമുക്ക് മോട്ടോറിന്റെ ഔട്ട്പുട്ട് പവർ ആണെന്നറിയാം. അവിടത്തേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ആർമേച്ചറിൽ നിന്ന് പോകുന്ന ഇൻപുട്ട് ആണ്. സോ C/B. ഓക്കെ, മോട്ടോർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ EB × IA. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെക്കാനിക്കൽ എഫിഷ്യൻസി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പവർ സ്റ്റേജസ് പറഞ്ഞു, ലോസുകൾ പറഞ്ഞു. നെക്സ്റ്റ് എഫിഷ്യൻസി നമ്മൾ 3 രീതിയിലും പറഞ്ഞു. ഓക്കെ, ഇനി എപ്പോഴാണ് DC മോട്ടറിന്റെ കേസിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്? ആ കേസും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇൻപുട്ട് പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? V × I ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നിന്നും ലോസ് കുറയ്ക്കുന്നതാണല്ലോ. അതെ,
ആ ലോസുകൾ ഏതൊക്കെ ലോസുകൾ ഇൻക്ലൂഡഡ് ആണ്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വേരിയബിൾ ലോസുകളും കോൺസ്റ്റന്റ് ലോസസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വേരിയബിൾ ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഐ സ്ക്വയർ ആർ ലോസസ്, സോ ഐ എ സ്ക്വയർ ആർ എ. കോൺസ്റ്റന്റ് ലോസസ് നമ്മൾ പി സി എന്ന് പറഞ്ഞ ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് പി ഐ മൈനസ് ഐ എ സ്ക്വയർ ആർ എ പ്ലസ് പി സി എന്ന് കിട്ടും. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പി ഐ മൈനസ് ഐ എ സ്ക്വയർ ആർ എ മൈനസ് പി സി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കറണ്ടിന്റെ റിലേഷൻഷിപ്പ് എടുക്കുക. ഓക്കെ, സീരീസ് വൗണ്ട് മോട്ടറാണെങ്കിൽ നമുക്കറിയാം ഐ എ, ഐ എസ് സി, ഐ എൽ 3 കറണ്ടും ഈക്വൽ ആണ്. അതിന് നമുക്ക് ഐ എന്ന് എടുക്കാമല്ലോ. എടുത്തു, കാരണം 3 വാല്യൂം ഈക്വൽ ആണ്, കാരണം സീരീസ് കണക്ഷൻ ആണ്. ഷണ്ട് വൗണ്ട് മോട്ടർ ആണെങ്കിൽ അങ്ങനെയല്ല. ആക്ച്വലി ഐ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ എയുടെയും ഐ എസ് എച്ചിന്റെയും സമ്മാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഐ എസ് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് വെൻ കമ്പയറിംഗ് വിത്ത് ഐ എ. സോ നമ്മൾ ഐ എസ് എച്ചിനെയും കൂടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എൽ ഈക്വൽ ടു ഐ എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം, ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മൾ കറണ്ട് 2 മോട്ടറിന്റെ കേസിലാണെങ്കിലും ഐ എന്നങ്ങ് എടുത്തു. സോ ഐ എടുത്തിട്ട് ഇതാ ഈ പി സീറോയുടെ ഔട്ട്പുട്ടിൽ ഈ ഔട്ട്പുട്ടിന്റെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ മാറ്റി എഴുതിയാൽ പി ഔട്ട് ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് ഐ സ്ക്വയർ ആർ എ മൈനസ് പി സി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു, അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണല്ലോ. ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി കിട്ടി, ഇൻപുട്ട് പി ഐ ആണ്. ഓക്കെ, പി ഐ മൈനസ് ഐ സ്ക്വയർ ആർ എ മൈനസ് പി സി ഡിവൈഡ് ബൈ പി ഐ. പി ഐ എന്താണ്? വി ഐ ആണ്. സോ വി ഐ മൈനസ് ഐ സ്ക്വയർ ആർ എ മൈനസ് പി സി ഡിവൈഡഡ് ബൈ വി ഐ എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ വി ഐ 1 ആവും. 1 മൈനസ് ഐ ആർ എ ഡിവൈഡഡ് ബൈ വി മൈനസ് പി സി ബൈ വി ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ 1 മൈനസ് ഓഫ് ഐ ആർ എ ഡിവൈഡഡ് ബൈ വി പ്ലസ് പി സി ബൈ വി എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് എ ഡി സി മോട്ടോർ. ഓക്കെ, നമ്മളോട് ചോദിച്ചത് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്നാണ്. ഓക്കെ, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. എങ്ങനെയാണ് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുക? എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റ എന്ന് പറഞ്ഞ ടേം വെച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡി ഈറ്റ ബൈ ഡി ഐ ഈക്വൽ ടു 0 കൊടുത്താൽ പോരെ. അതായത് ഏതിൻ്റെയാണോ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ദാറ്റ് വേരിയബിൾ ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കണ്ടീഷൻ ഫോർ ദാറ്റ് ക്വാണ്ടിറ്റി എപ്പോഴാണ് മാക്സിമം ആവുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എഫിഷ്യൻസി ആണ് ഡി ഈറ്റ ബൈ ഡി ഐ ഈക്വൽ ടു 0. സോ ദിസ് ഇക്വേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഡെറിവേറ്റീവ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും 0 മൈനസ് ആർ എ ബൈ വി പ്ലസ് പി സി ബൈ വി ഐ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓൺ സിംപ്ലിഫൈങ് ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ഐ സ്ക്വയർ ആർ എ ഈക്വൽ ടു പി സി. ഐ സ്ക്വയർ ആർ എ എന്താണ്? വേരിയബിൾ ലോസ് ആണല്ലോ. പി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് ആണ്. ദാറ്റ് ഈസ് വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. അതായത് ഒരു ഡി സി മോട്ടറിന്റെ കേസിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടുന്ന എപ്പോഴാണ്? മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന എപ്പോഴാണ്? ഔട്ട്പുട്ട് പവർ അല്ല, എഫിഷ്യൻസി കിട്ടുന്ന എപ്പോഴാണ്? വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മാക്സിമം എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്നു ലോഡ് കറന്റ് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസിക്കുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കറന്റ് ചോദിച്ചാൽ ഐ എന്ന് തന്നെയല്ലേ. സോ ഐ ഈക്വൽ ടു ഐ എൽ ഈക്വൽ ടു ഇതിന് റൈറ്റിലോട്ട് എടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് പി സി ബൈ ആർ എ ആണല്ലോ. സോ ദിസ് ഇസ് ദ ലോഡ് കറന്റ് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി. ഓക്കെ, നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഇത് കണക്ട് ചെയ്തിട്ടുള്ള. ക്വസ്റ്റ്യൻ വായിക്കാം. A 250 volt shunt motor takes 5 ampere at no load. The resistance of armature and field circuit are 0.25 and 125 ohm respectively. If the motor is loaded so as to carry 50 ampere, determine iron loss and friction losses and efficiency. Okay, തന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം നമുക്ക്. ടെർമിനൽ വോൾട്ടേജ് V is equal to 250 volt തന്നിട്ടുണ്ട്. നോ ലോഡ് കറണ്ട് I0 equal to 5 ampere തന്നിട്ടുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ ഐ ഈക്വൽ ടു 0.25 ഓം തന്നിട്ടുണ്ട്. ഫീൽഡ് റെസിസ്റ്റൻസ് ആർ എസ് എച്ച് ഈക്വൽ ടു 125 ഓം തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് നോ ലോഡാണ്. ഓക്കെ, നോ ലോഡിന്റെ കേസിൽ പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ എന്ന് പറയുന്നത് ഏതിനൊക്കെ ഈക്വൽ ആയിരിക്കും? അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ്, ആർമേച്ചർ കോപ്പർ ലോസ് ആൻഡ് ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസിന് ഈക്വൽ ആയിരിക്കും ആണല്ലോ. സോ ഇത്രയും കൺസ്ട്രെയിൻ വെച്ചുകൊണ്ട് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇൻപുട്ട് പവറിന്റെ ഇക്വേഷൻ എന്നതാണ് വി ഇൻറ്റു ഐ എൽ. ഓക്കെ, ഈ വി ഇൻറ്റു ഐ എൽ വി തന്നിട്ടുണ്ട്. ഐ എൽ എത്രയാണ്? 5. നോ ലോഡിന്റെ കേസിലായതുകൊണ്ട് 5 ആംപിയർ. സോ 250 ഇൻറ്റു 5 1250 വോട്ട് എന്ന് കിട്ടും. ഓക്കെ, ആ കേസിൽ ഐ എൽ അതായത് ഇൻപുട്ട് പവർ കിട്ടി. ദെൻ നമുക്ക് ഐ എസ് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഐ എസ് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഷണ്ട് മോട്ടർ ആയതുകൊണ്ട് തന്നെ വി ബൈ ആർ എസ് എച്ച് ആണ്.
സോ V250 RSH 125 ദാറ്റ് ഈസ് 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ISH കിട്ടി. ദെൻ വി ക്യാൻ ഫൈൻഡ് IA എങ്ങനെ കണ്ടുപിടിക്കാം? ഈ നമുക്ക് ഓൾറെഡി കിട്ടിയേക്കുന്ന I0 എന്ന് പറയുന്ന കറണ്ടിൽ നിന്നും എന്ത് ചെയ്താൽ മതി? നമ്മുടെ ISHന്റെ വാല്യൂ കുറച്ചാൽ മതിയല്ലോ. അതായത് ലോഡ് കറണ്ടിൽ നിന്നും ISHന്റെ വാല്യൂ കുറച്ചാൽ മതി. IL മൈനസ് ISH ആണ് എന്ത് IA ആവുന്നത്. ദാറ്റ് ഈസ് 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3 ആംപ്സ് എന്ന് കിട്ടും. സോ ആർമേച്ചർ കോപ്പർ ലോസ് അറ്റ് നോ ലോഡ് കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ IA സ്ക്വയർ RA ചെയ്താൽ പോരെ. IA എന്ന് പറയുന്നത് നോ ലോഡിലെ ആർമേച്ചർ കറണ്ട്, അത് 3 ആംപിയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 3 സ്ക്വയർ ഇൻറ്റു 0.25 ചെയ്താൽ 2.25 വോട്ട് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫീൽഡ് കോപ്പർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? ISH സ്ക്വയർ RSH. ISH നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, RSH കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 സ്ക്വയർ ഇൻറ്റു 125 ദാറ്റ് ഈസ് 500 വോട്ട് എന്ന് കിട്ടും. ഓക്കെ, ആ കേസിൽ തന്നെ അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് എങ്ങനെ കണ്ടുപിടിക്കാം? അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻപുട്ട് പവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് പവറിൽ നിന്നും ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ മൈനസ് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി കിട്ടിയേക്കുന്ന ആർമേച്ചർ കോപ്പർ ലോസിനോട് എന്ത് കൂട്ടി കൊടുത്താൽ മതി? നമ്മുടെ ഫീൽഡ് കോപ്പർ ലോസ്. അതായത് ഈ കിട്ടിയേക്കുന്ന, അതായത് ഈ 1250 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഇൻപുട്ട് പവർ ആണ്. അതിനകത്ത് നിന്ന് കോപ്പർ ലോസ് കുറച്ചാൽ കിട്ടുന്നത്, ടോട്ടൽ കോപ്പർ ലോസ് കുറച്ചാലാണ് നമുക്ക് അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് കിട്ടുന്നത്. സോ 1250 മൈനസ് 2.25 പ്ലസ് 500 ചെയ്താൽ നമുക്ക് 747.75 എന്ന് കിട്ടും. അതായത് 747.75 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആർമേച്ചർ കറണ്ട് വെൻ ലോഡ് കറണ്ട് ഈസ് 50 ആംപ്സ്. അപ്പം നമ്മളോട് കണ്ടീഷൻ മാറ്റി. നമ്മൾ നോ ലോഡ് കേസാണ് ആദ്യം ചെയ്തത്. ഇപ്പം നമ്മൾ 50 ആംപിയർ എന്നുള്ളൊരു ലോഡ് കറണ്ട് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ആ കേസിലുള്ള ആർമേച്ചർ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് മൈനസ് ISH. ISHന് മാറ്റമൊന്നുമില്ലല്ലോ, അതെപ്പോഴും കോൺസ്റ്റന്റ്. സോ 50 മൈനസ് 2 എടുത്താൽ നമുക്ക് 48 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് 48 ആംപിയർ ആർമേച്ചർ കറണ്ട് കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയ കോപ്പർ ലോസ് എന്താണ്? ആർമേച്ചർ കോപ്പർ ലോസ് 48 സ്ക്വയർ ഇൻറ്റു RA അല്ലേ, ദാറ്റ് ഈസ് 576 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് കോൺസ്റ്റന്റ് ലോസസ് കണ്ടുപിടിക്കാമല്ലോ. ഏതൊക്കെ ചേരുന്നതാണ് കോൺസ്റ്റന്റ് ലോസസ്? അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസും ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസും ചേരുന്നതാണ് എന്ത് കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 747.75 പ്ലസ് 500 ദാറ്റ് ഈസ് 1247.75 വാട്ട് എന്ന് കിട്ടും. നമുക്ക് ടോട്ടൽ ലോസ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ലോസും നമ്മുടെ ഈ കോപ്പർ ലോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലേ, ചേരുന്ന ഏതൊക്കെയാണ്? 576ഉം 1247.75 ചേർന്നാൽ 1823.75 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇൻപുട്ട് പവർ നോക്കി. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് V ഇൻറ്റു IL ദാറ്റ് ഈസ് 250 ഇൻറ്റു 50 ദാറ്റ് ഈസ് 12500 വാട്ട്. ഓക്കെ, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറിൽ നിന്ന് ലോസ് കുറയ്ക്കുന്നതാണ്. സോ 12500 മൈനസ് 1823.75 ചെയ്താൽ 10676.25 വാട്ട് എന്ന് കിട്ടും. അതിൽ നിന്നും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് പവറും കിട്ടി, ഇൻപുട്ട് പവറും കിട്ടി. സോ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും 85.41% എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം. എ DC shunt motor takes 23 ampere at 230 volt and has an armature resistance of 0.5 ohm and shunt field resistance of 115 ohm. If total mechanical and magnetic losses together are 160 watt, calculate field copper loss, armature copper loss and total loss. Okay, motor input, motor output and motor efficiency. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഗിവൺ ഡാറ്റ, ലൈൻ കറണ്ട് IA is equal to 23 ആംപിയർ തന്നിട്ടുണ്ട്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് RA ഈക്വൽ ടു 0.5 ഓം തന്നിട്ടുണ്ട്. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് RSH ഈക്വൽ ടു 115 ഓം തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുകൂടാതെ ടോട്ടൽ മെക്കാനിക്കൽ ആൻഡ് മാഗ്നറ്റിക് ലോസസ് ടുഗെദർ 160 വോട്ടും തന്നിട്ടുണ്ട്. അതെന്താണ്? ഫ്രിക്ഷൻ ലോസസും അയൺ ലോസസും ചേരുന്നതാണ്. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഷണ്ട് ഫീൽഡ് കറണ്ട് V/RSH, കാരണം ഷണ്ട് മോട്ടറാണ്. സോ V/RSH 230/115 ദാറ്റ് ഈസ് 2 ആംപിയർ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ എന്താണ്? അപ്പം IA is equal to IL മൈനസ് ISH. നമുക്ക് ഓൾറെഡി അറിയാം, ഷണ്ട് മോട്ടറിന്റെ കേസിൽ IL മൈനസ് ISH ആണ്. 23 മൈനസ് 2 ദാറ്റ് ഈസ് 21 ആംപിയർ. ഓക്കെ,
ഷണ്ട് ഫീൽഡ് കറണ്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കാലോ. ISH² ഇൻറ്റു RSH ദാറ്റ് ഈസ് 2² ഇൻറ്റു 115 460 വാട്ട് എന്ന് കിട്ടും. ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് IA²RA, IA കിട്ടിക്കഴിഞ്ഞു ഇൻറ്റു അതിൻ്റെ സ്ക്വയർ ഇൻറ്റു RA ചെയ്താൽ മതി, ദാറ്റ് ഈസ് 220.5 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഫീൽഡ് കോപ്പർ ലോസും കിട്ടി, ആർമേച്ചർ കോപ്പർ ലോസും കിട്ടി. സോ നമുക്ക് ടോട്ടൽ ലോസ് എന്തൊക്കെയാണ്? ടോട്ടൽ കോപ്പർ ലോസും മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസസിന്റെ സമ്മാണ്. ടോട്ടൽ കോപ്പർ ലോസ് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ആർമേച്ചർ കോപ്പർ ലോസും കിട്ടി, ഇപ്പം ഫീൽഡ് കോപ്പർ ലോസും കിട്ടി. ഇപ്പം രണ്ടും കൂടെ ആഡ് ചെയ്താൽ 680.5 എന്ന് കിട്ടും. പ്ലസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്ന മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസസ് ടുഗെദർ 160 വാട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 840.5 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് മോട്ടോർ ഇൻപുട്ട് V ഇൻറ്റു I ആണ്. 230 ഇൻറ്റു 23 5290 വാട്ട് എന്ന് കിട്ടും. മോട്ടോർ ഔട്ട്പുട്ട് കിട്ടുമല്ലോ. മോട്ടോർ ഇൻപുട്ടിൽ നിന്നും നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ലോസ് കുറച്ചാൽ മതി. 5290 മൈനസ് 840.5 ദാറ്റ് ഈസ് 4449.5 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ട് കിട്ടി. ദെൻ വി ക്യാൻ ഫൈൻഡ് എഫിഷ്യൻസി ദാറ്റ് ഈസ് 84.11%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 660 volt DC series motor runs at 550 RPM and takes 50 ampere when on full load. The armature resistance is 0.25 ohm, the field resistance is 0.15 ohm, and the sum of iron friction and windage losses is 2.1 kW. Calculate full load output power, shaft torque and efficiency. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക ചെയ്യുന്നത്. സോ ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ ടു 660 വോൾട്ട്, സ്പീഡ് അറ്റ് 50 ആംപിയർ കറണ്ട് 550 RPM, ആർമേച്ചർ റെസിസ്റ്റൻസ് 0.25 ഓം, സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് 0.15 ഓം. ടോട്ടൽ മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസസ് ടുഗെദർ എത്രയാണ്? 2.1 kW. വാട്ടിലോട്ട് മാറ്റിയാൽ 2100 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആർമേച്ചർ കോപ്പർ ലോസും ഫീൽഡ് കോപ്പർ ലോസും രണ്ടും സെപ്പറേറ്റ് കാണണ്ട, കാരണം ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്, സീരീസ് മോട്ടറാണ്. സീരീസ് മോട്ടർ ആണെങ്കിൽ രണ്ടും ഒന്നിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? IA² RA + RSC എടുത്താൽ മതി, കാരണം കറണ്ട് സെയിം ആണ്. ഓക്കെ, സോ 50² ഇൻറ്റു 0.25 പ്ലസ് 0.15 ദാറ്റ് ഈസ് 1000 വാട്ട് ആണ് ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ കോപ്പർ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ടോട്ടൽ മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ് ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ മെഷീൻ്റെ ലോസ് കിട്ടി. 2100 1000 കൂടെ കൂട്ടിയാൽ 3100 വാട്ട് എന്ന് കിട്ടും. മോട്ടോർ ഇൻപുട്ട് പവർ അറിയാലോ, V ഇൻറ്റു I അല്ലേ, 660 ഇൻറ്റു 50 33000 വാട്ട്സ് എന്ന് കിട്ടും. ഫുൾ ലോഡ് മോട്ടോർ ഔട്ട്പുട്ട് അപ്പം എന്ത് കിട്ടി? ഇൻപുട്ടിൽ നിന്നും ലോസ് കുറച്ചാൽ മതി, ദാറ്റ് ഈസ് 29900 വാട്ട്സ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ടും കിട്ടി. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ടോർക്കും ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഷാഫ്റ്റ് ടോർക്കും. ഇക്വേഷൻ എന്താണ്? TSH is equal to 9.55 into output by N. ഓക്കെ, എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ 9.55 into output power divided by 550 519 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഔട്ട്പുട്ടും ഇൻപുട്ടും കണക്ട് ചെയ്ത് നമുക്ക് എഫിഷ്യൻസിയും കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 19.6%. ഓക്കെ, അപ്പം നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് ലോഡ് ടെസ്റ്റ് ഓൺ DC മോട്ടോർ. എങ്ങനെ നമുക്ക് അതിൽ തന്നെ DC സീരീസ് മോട്ടറിൻ്റെ കേസിലും ഷണ്ട് മോട്ടറിൻ്റെ കേസിലും എങ്ങനെ നമുക്ക് ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സീരീസ് മോട്ടറിൻ്റെ കേസാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കും, ബ്രേക്ക് ടെസ്റ്റ്. ഓക്കെ, അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യാം. ലാബിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണിത്. സോ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ലോഡ് അപ്ലൈ ചെയ്യും. മോട്ടറിൽ നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യും. അതായത് നോ ലോഡിലല്ല ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും നോ ലോഡിലല്ല സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ കാര്യം, നമുക്കറിയാം N is proportional to EB/phi എന്നുള്ള റിലേഷൻ. അതിൽ phi ഏതിന് പ്രൊപ്പോർഷനാണ്? ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷനാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ ആർമേച്ചർ കറണ്ട് വാല്യൂ കുറവായതുകൊണ്ട് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി പോകാൻ സാധ്യതയുണ്ട്. സോ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ച് ലോഡ് അപ്ലൈ ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യൂ? സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ എന്താ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്? മോട്ടർ സ്റ്റാർട്ട് ചെയ്യും ബൈ മീൻസ് ഓഫ് എ 2-point സ്റ്റാർട്ടർ. ഓക്കെ, ഇതാണ് 2-point സ്റ്റാർട്ടർ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ലോഡ് വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ലോഡ് കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യിപ്പിക്കും. ഓക്കെ, കൂടാതെ ടാക്കോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷീൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റീഡിങ്സ് നമ്മൾ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്
ഷാഫ്റ്റ് ടോർക്ക്. അത് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. W1 മൈനസ് W2 ഇൻറ്റു 9.8 റേഡിയസ് ഓഫ് ഡ്രം. ഓക്കെ, ഈ W1 W2 എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രേക്ക് ഡ്രമ്മിന്റെ ഈ രണ്ട് റീഡിംഗ് ആണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ W1 W2 വാല്യൂസ് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഷാഫ്റ്റ് ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടും 2πNT ഡിവൈഡഡ് ബൈ 60. ഈ TSHന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് പവർ കിട്ടും. ഇൻപുട്ട് പവർ നമുക്ക് ഓൾറെഡി അറിയാം V ഇൻറ്റു I ആണ്. സോ ഔട്ട്പുട്ട് ഇൻപുട്ട് കിട്ടിയാൽ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാലോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സീരീസ് മോട്ടറിന്റെ കേസിൽ ലോഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷണ്ട് മോട്ടറിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ലോഡ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലൊരു സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യും. ഓക്കെ, വ്യത്യാസം എന്താണ്, ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 3 കണക്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് 3 പോയിന്റ് സ്റ്റാർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം സപ്ലൈ കൊടുക്കും. മെഷീൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും ബൈ മീൻസ് ഓഫ് എ 3 പോയിന്റ് സ്റ്റാർട്ടർ. എന്ത് ചെയ്യും, ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മെഷീനെ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്ത് ഓരോ ഘട്ടത്തിലും അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് കംപ്ലീറ്റ് ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ആ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. സോ കംപ്ലീറ്റ് ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നവരെ നമ്മൾ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കറസ്പോണ്ടിങ് W1 W2 സ്പീഡ്, ഈ കറണ്ടിന്റെയും വോൾട്ടേജിന്റെ ഒക്കെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ദെൻ ഈക്വേഷൻസിൽ അപ്ലൈ ചെയ്യും. TSH എന്ന് പറയുന്നത് W1 മൈനസ് W2 ഇൻറ്റു 9.8 ഇൻറ്റു R ആണ്. ഓക്കെ, അതിൽ നിന്നും ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കും. ഇൻപുട്ട് പവർ, ഇത് ഷണ്ട് മോട്ടറാണ്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് V ഇൻറ്റു IA പ്ലസ് IF, ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടിന്റെ സമ്മായിരിക്കും. ഓക്കെ, V ഈക്വൽ ടു IA പ്ലസ് ISH. ഓക്കെ, അതിൽ നിന്നും എഫിഷ്യൻസി, ഔട്ട്പുട്ടും കിട്ടി ഇൻപുട്ടും കിട്ടി, അതിൽ നിന്ന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സോ ഇതാണ് ടെസ്റ്റ് പ്രൊസീജിയർ ഫോർ എ DC സീരീസ് ആൻഡ് ഷണ്ട് മോട്ടർ. ഓക്കെ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. PPTs ഒന്നുകൂടെ കണ്ടു നോക്കുക, വീഡിയോ ഒന്നുകൂടെ കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.